നമുക്കൊരു ഓണാഘോഷത്തിന് പോയാലോ? ഞങ്ങൾക്ക് പേഴ്സണലി ഓണമില്ല, കാരണം അച്ഛമ്മ മരിച്ചതുകൊണ്ട് ഓണം ആഘോഷിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ നാട്ടിൽ നടക്കുന്ന ഓണാഘോഷങ്ങൾക്ക് പോയി പങ്കെടുക്കുക കാണുക എന്നുള്ളതാണ് ഞങ്ങളുടെ മെയിൻ പരിപാടി. അങ്ങനെയാണ് യദുവിൻ്റെ ഓഫീസിലെത്തിയത്. അവിടുത്തെ ഓണാഘോഷം അടിപൊളിയാണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷെ അനുഭവിച്ചറിഞ്ഞു എന്ത് രസമാണെന്നറിയാം. അവിടെ ഓണാഘോഷം ചെറുതെന്നില്ല വലുതെന്നില്ല, എല്ലാവരും ഒരുപോലെ ആഘോഷിക്കുക. വെറുതെ അല്ല പഴമക്കാർ പറയുന്നത്, ചെറുതെന്നില്ല വലുതെന്നില്ല, എല്ലാവരും ഒരുമിച്ച് ആഘോഷിക്കുന്ന ഒരു ആഘോഷമാണ് ഓണം എന്ന് പറയുന്നത്. അതുപോലെ തന്നെയായിരുന്നു അവിടെ. ഞാൻ ഇങ്ങനെ ഒരു ഓണം കണ്ടിട്ടില്ല. പുലിക്കളി, തിരുവാതിരക്കളി, മത്സരങ്ങളൊക്കെ ആയിട്ട് അവിടെ സൂപ്പറായി ആഘോഷിച്ചു. കൂട്ടത്തിൽ ഞങ്ങളും കൂടി. ദേവാശിയാണെങ്കിൽ പുലിനെ കണ്ടിട്ട് കരച്ചിലായിരുന്നു. പുലി അടുത്ത് വന്നിട്ട്, രച്ചൂട്ടനാണെങ്കിൽ ഇത്ര വലിയ ചെണ്ട കോട്ട് കേട്ടിട്ടും അവനും ഉറങ്ങുമായിരുന്നു. കുറേ കഴിഞ്ഞപ്പോഴാണ് മത്സരങ്ങളും കാര്യങ്ങളൊക്കെ തുടങ്ങി. രണ്ടുപേരും എന്താണെന്നറിയില്ല സമാധാനത്തോടെ സന്തോഷത്തോടെ ഇരുന്ന് മത്സരങ്ങളൊക്കെ കണ്ടു. ദേവാച്ചുവിനെ പങ്കെടുക്കാൻ ക്ഷണിച്ചു, പക്ഷേ അവൻ പോയില്ല. അവൻ കുറച്ച് ഇൻട്രോവേർട്ടാണ്, ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ടല്ലോ. അതുപോലെ കയറിൻ്റെ മുകളിൽ കൂടുള്ള നടത്തത്തിന് എൻ്റെ കെട്ടിന് ഫസ്റ്റ് കിട്ടി.